ഇന്ന് എവിടെയും ലഹരിയുടെ തരംഗമാണ്. സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ലഹരി പൂക്കുകയാണ്. വികസിത രാജ്യമെന്നോ വികസ്വര രാജ്യമെന്നോ വ്യത്യാസമില്ലാതെ ഇതൊരു സാമൂഹിക പ്രശ്നമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. രോഗവും മരണവും അരാജകത്വവും ക്ഷണിച്ചു വരുത്തി ഒരു സംഹാരകനെ പോലെ ലഹരി അരങ്ങ് വാഴുകയാണ്. പ്രാചീനകാലത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന അനന്തരഫലത്തെക്കുറിച്ചുള്ള അറിവുകൾ വിരളമായിരുന്നു. ആചാരത്തിനോ ആരാധനയുടെ ഭാഗമായോ മാന്യതയ്ക്കു വേണ്ടിയോ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഇത്തരം വസ്തുക്കൾ ഇന്ന് ഒരു സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞു. മനുഷ്യർ വ്യത്യസ്തമായ സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. ജീവിതശൈലികളിലും പെരുമാറ്റത്തിലും നാം തമ്മിൽ വ്യത്യസ്തരായിരിക്കുന്നു. നമ്മുടെ ചില ജീവിത രീതികൾ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുമ്പോൾ മറ്റ് ചിലത് ആരോഗ്യത്തിന് ഭീഷണിയാവുന്നു. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകൾ, പാൻ മസാലകൾ ഇവയുടെയൊക്കെ ഉപയോഗം മനുഷ്യൻ്റെ ആരോഗ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയെ നശിപ്പിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശീലമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. പുകവലിയിലോ മദ്യപാനത്തിലോ തുടങ്ങി ലഹരിയുടെ കയത്തിലേക്ക് പോകുന്നവരാണ് ഏറിയ പങ്കാളികളും. വികസിത രാജ്യങ്ങളിൽ 30% മുതൽ 50% വരെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധതരം മദ്യങ്ങൾ, മരിജുവാന, കൊക്കൈൻ, ഒപ്പിയം, ഹെറോയിൻ, മോർഫിൻ, LSD, ആഫിറ്റാമിൻ, MDMA ഇതൊക്കെ ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രം. ഇവയിൽ ചിലത് ഭയം, ഉത്കണ്ഠ, മതിഭ്രമം എന്നിവയൊക്കെ ഉളവാക്കുന്നതാണ്. ചിലത് നാഡീവ്യൂഹങ്ങളെ തളർത്തി മയക്കമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൗതുകത്തിന് വേണ്ടി പലരും ഇത്തരം ദുശീലങ്ങൾ തുടങ്ങുന്നു. പിന്നീട് ഒരു നീരാളിയെപ്പോലെ അത് പിടിമുറുക്കുകയാണ്. ഓർക്കുക, ഒരാൾ ഈ ദുശീലം എനിക്ക് വേണ്ട എന്ന തീരുമാനമെടുക്കുമ്പോൾ രക്ഷിക്കുന്നത് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സമൂഹത്തെയുമാണ്. കേരളത്തിൽ ഇന്ന് ലഹരി വ്യാപകമാണ്. എന്നാൽ ഈ നാളുകളിൽ അതിന് ഒരറുതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപയോഗിക്കുന്ന തലമുറ മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട് കടുത്ത മാനസിക രോഗികളാവുകയാണ്. ഒരു വിഭാഗം ആരോഗ്യം നഷ്ടപ്പെട്ട് മൃതപ്രായരായി മാറുന്നു. മറ്റൊരു കൂട്ടർ സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം കുറ്റകൃത്യങ്ങളിലേക്കോ തടവറയിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ ജീവിതമെത്തിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവരിലെ പെരുമാറ്റ വൈകല്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ജോലി, പഠനം, ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ താൽപ്പര്യമില്ലായ്മ, വ്യക്തി സ്വഭാവത്തിലെ മാറ്റങ്ങൾ, വൈകാരിക വൈകല്യങ്ങൾ, വിഷാദമായിരിക്കുക അല്ലെങ്കിൽ ഉന്മാദാവസ്ഥയിൽ ആയിരിക്കുക, ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം, സാഹസികമായ കാര്യങ്ങൾ ചെയ്യുക, അമിത വേഗതയിൽ അപകടകരമായ നിലയിൽ വാഹനം ഓടിക്കുന്നതും ഇതിന് ഉദാഹരണമാണ്. വിശപ്പില്ലായ്മ, കുറ്റകൃത്യങ്ങൾ ചെയ്യുക, കുറ്റബോധം വേട്ടയാടുക, സംശയം മറ്റൊരു ലക്ഷണമാണ്. പെട്ടെന്ന് ആക്രമിക്കുന്ന സ്വഭാവം കാണിക്കുക, കടുത്ത നിരാശയും എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്തയും, ആത്മഹത്യ ചെയ്യുന്നതിനുള്ള പ്രവണത തുടങ്ങിയവയെല്ലാം ഈ ലഹരി ഉപയോഗത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. ലഹരി ഉപയോഗത്തിന് പ്രേരകമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? സുഹൃത്തുക്കൾ, സഹപാഠികൾ തുടങ്ങിയവരുടെ നിർബന്ധമായിരിക്കാം ആരംഭത്തിൽ. ശാരീരികമായോ മാനസികമായോ ഉണ്ടായ ദുരനുഭവങ്ങൾ ഒരുപക്ഷെ ഇതിലേക്ക് തള്ളിവിട്ടേക്കാം. ഒറ്റപ്പെടലുകൾ, തകർന്നുപോയ ബാല്യകാല അനുഭവങ്ങൾ, കഠിനമായ മാനസിക സമ്മർദ്ദങ്ങൾ, ചിലതരം മാനസിക വൈകല്യങ്ങൾ, കുടുംബ പശ്ചാത്തലം. ലഹരി ഉപയോഗിക്കുന്ന ഒരു പിതാവിൻ്റെ മക്കൾ ലഹരിക്ക് അടിമകളാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 4 ഇരട്ടിയാണ്. കൂടാതെ നിയന്ത്രണമില്ലാതെ പോയ ബാല്യകാലം, നേരം പോക്കിനോ മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാനോ ലഹരി ഉപയോഗിക്കുകയാണ്. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുമെന്ന തെറ്റായ ചിന്ത, മാതാപിതാക്കന്മാരോടോ മറ്റുള്ളവരോടോ ഉള്ള വിദ്വേഷം, തൊഴിലില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനങ്ങൾ, അനുകരണങ്ങൾ. ലഹരി ഉപയോഗിച്ചാൽ
എല്ലാം മറക്കാം എന്ന ചിന്താഗതി, ഇവയെല്ലാം ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രം. നമുക്കെന്ത് ചെയ്യാൻ കഴിയും ഇതിനെതിരെ? ഈ സാമൂഹിക വിപത്തിനെക്കുറിച്ച് ശാസ്ത്രീയമായ ബോധവൽക്കരണം നൽകുക, ഈ അവസ്ഥയിലൂടെ പോകുന്നവരെ കണ്ടെത്തി പുതുജീവൻ നൽകുക, പ്രത്യാശയിലേക്ക് നയിക്കുക. കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിച്ച് അവരെക്കുറിച്ച് അന്വേഷിക്കുക. അവരോടൊപ്പം മാതാപിതാക്കൾ സമയം ചെലവഴിക്കുകയും ചെയ്യുക. മുതിർന്നവർക്കും കുട്ടികൾക്കും ആവശ്യമെങ്കിൽ കൗൺസിലിങ്ങും ചികിത്സയും നൽകുക. നമുക്ക് എങ്ങനെ ഈ ലഹരിയിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും? പണ്ടൊരാൾ ഇങ്ങനെ പറഞ്ഞു, മദ്യപാനിയുടെ മുടി നരയ്ക്കില്ല എന്ന്. കാരണം മുടി നരയ്ക്കും മുൻപേ മരണം അയാളെ പിടികൂടിയിരിക്കും. മദ്യപിക്കുന്ന ഒരാൾക്ക് എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം. കാരണം മദ്യലഹരിയിൽ തെരുവിലും ഓടയിലും ഉറങ്ങുന്നവരെ നാം സ്ഥിരമായി കാണാറില്ലേ? എത്രയോ യാഥാർത്ഥ്യമാണിത്. ക്രമീകൃതമായ ചികിത്സയിലൂടെയും കൈത്താങ്ങലുകളിലൂടെയും ഒരു പരിധിവരെ ലഹരിയിൽ നിന്നും മുക്തി നേടുവാൻ കഴിയും. എന്നാൽ എല്ലാ വഴികളും പ്രതീക്ഷകളും അടഞ്ഞു പോകുമ്പോൾ ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു വഴിയാണ് ഇനി പറയുവാൻ പോകുന്നത്. ഒരുപക്ഷെ ലഹരിയുടെ ഉപയോഗം മൂലം വിറയ്ക്കുന്ന കൈകളോടെയാകാം താങ്കൾ ഇത് കേൾക്കുന്നത്. എല്ലാം തകർന്ന നിങ്ങളുടെ കാതുകളിലേക്കാകാം ഈ സന്ദേശം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ ദുശീലങ്ങളും നിർത്താൻ എനിക്ക് കഴിയുമെന്ന് വീമ്പ് പറയുന്നവരെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ ലഹരിക്ക് മുമ്പിൽ അവർ ദയനീയമായി പരാജയപ്പെടുന്നത് നാം സ്ഥിരമായി കാണുന്ന കാഴ്ചകളാണ്. ബൈബിളിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 15:4. അത് ഇങ്ങനെയാണ്: എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും സ്വതവേ ചെയ്യുവാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ മഹാവിപത്തിൽ നിന്നും ശാശ്വതമായ പരിഹാരം തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശുക്രിസ്തു എങ്ങനെയാണ് ലഹരിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത്? ഈ ലോകത്തിലെ എല്ലാ മരുന്നുകളും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രക്ഷയ്ക്കായി ഉപയോഗിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം മനുഷ്യൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയം എല്ലാത്തിൻ്റെയും ഇരിപ്പിടമാണ്. പാപം സകലവിധ ദോഷത്തിനും കാരണമാണ്. പാപത്തെ മോചിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. കാരണം യേശുവിൽ പാപമില്ല. യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമാണ്. പാപം നിങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളെ മറ്റൊരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല. ലഹരി എന്ന കൊടിയ പിശാചിനെ നിങ്ങളിൽ നിന്നും പറിച്ചകറ്റാൻ യേശുവിന് കഴിയും. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം യേശുവിനായി കൊടുക്കുക. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപിയാണെന്ന് സമ്മതിച്ച് യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശുവേ, അങ്ങൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി യേശുവിന് സമർപ്പിക്കുക. അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾക്കും ഒരു ദൈവ പൈതലാകാൻ കഴിയും. ദൈവിക സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമാകും. നിങ്ങളെ കീഴടക്കിയിരിക്കുന്ന ലഹരിയുടെ പിടിയിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ യേശു മതിയായവനാണ്. ഏതു പരാജയപ്പെട്ടവനെയും രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.